ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് വീക്കെൻഡ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ് വന്നത്. വീക്കെൻഡൊക്കെ ആയിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് വിളിച്ചത്. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പാലായിലോട്ടാട്ടോ ഈ പ്രാവശ്യം പോയത്. പാലായിനെ പറ്റി പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ്. ഭയങ്കരമായിട്ട് മെമ്മറീസ് എന്നൊരു സ്ഥലം. ഞാൻ എൻ്റെ കോളേജൊക്കെ അവിടെയാണ് പഠിച്ചത്. 4 വർഷം നല്ല കിഡിലനായിരുന്നു. അങ്ങനെ ഞാൻ തൃപ്പൂണിത്തറയിലോട്ട് വണ്ടി കയറി കാക്കനാടുന്ന്. അവിടുന്ന് പാലാ ബസ് പിടിച്ച് പാലായിലെത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പ്. അവിടുന്ന് നേരെ പോയി ഞങ്ങൾ പഴംപൊരി ബീഫ് കഴിക്കാനാണ്. എന്ത് കിട്ടുക്കാച്ചി ഫുഡായിരുന്നു എന്നറിയോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറച്ചും കൂടെ വിശന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്നപ്പം നമുക്ക് പാലായിൽ എന്തായാലും എത്തിയതല്ലേ, നമുക്കൊരു ഷാപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേർപ്പെങ്കിലല്ല തുരുത്തിക്കുഴി ഷാപ്പിൽ പോയി. അവിടെ പോയി നല്ല കിടുക്കാച്ചി ബീഫും പോർക്കും കരിമീനോ അരവ എന്ത് കിടില ഫുഡായിരുന്നു. അവിടുത്തെ കള്ളപ്പൊക്കെ കൂട്ടിയ പോത്തും ഒന്നും പറയാനില്ല, നല്ല കിടിലം ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞ് ചെന്നിരിക്കുന്ന കടയാണ് മാഗിക്കട. അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ പാവം ചേച്ചി ഞങ്ങൾക്ക് ഫുഡൊന്നും തരാൻ പറ്റാത്ത വിഷമത്തിൽ പള്ളിയിൽ അച്ഛനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങി. ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് പുള്ളിക്കാരി. ഞങ്ങൾക്ക് ഫുഡൊന്നും തരാൻ പറ്റില്ല മക്കളെ, നിങ്ങൾക്ക് വന്നതല്ലേ, കുറേ കാലം കൂടി വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി പോയിട്ട് വാ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും കാണാമെന്ന്. അവിടെ നേരെ ഞങ്ങൾ പോയി ഞങ്ങളുടെ കോളേജിന് മുമ്പിലുള്ള കടയാണ് കപ്പ് കേക്ക്സ്. അവിടെ പോയി കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ കോളേജൊക്കെ ഒന്ന് പുറത്തുനിന്ന് കണ്ട്. സാറ്റർഡേ അല്ലേ, കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ യാത്രയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തെത്തി. അത്രയുള്ള എൻ്റെ വിശേഷങ്ങൾ ഗൈസ്. ബൈ.